അപ്പോൾ ആ ഒരു ഇത് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് മുടി വളരും. എന്നാലും ഈ ഒരു എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് രാവിലെ ഞാൻ വെളിയിൽ പോകുമ്പോഴൊക്കെ മുടി അയച്ചിരുന്നാലും വണ്ടിയെ പോകുന്ന സമയത്ത് ചുമ്മാ ഒന്ന് കെട്ടി വെക്കും. അതായത് കാറ്റ് ഉപയോഗിക്കണം. കാരണം നല്ല അകൽച്ചയുള്ള ഇതില്ലേ ആ പല്ലുള്ള. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ എൻ്റെ മുടിയിൽ എണ്ണ തേക്കുന്ന ഒരു ഇത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചത് ഏത് എണ്ണയാണെന്ന്. അപ്പോൾ എൻ്റെ മുടിയുടെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് മാത്രം മുടിയൊന്നുമില്ല, എന്നാലും എന്നെക്കാളും മുടി കുറവുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുവാണേ. അപ്പോൾ കാശി എഴുന്നേറ്റ് വന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് വീഡിയോ ചെയ്യാൻ വന്നതാണ്. പക്ഷേ അതിനിടയ്ക്ക് കാശി എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പം എന്നോട് കുറച്ച് പേര് ചോദിച്ചാൽ ആ എണ്ണയുടെ കാര്യം ഒന്ന് പറയാമോ എന്നേ. അപ്പം ആ ഒരു എണ്ണ കൊണ്ട് മാത്രമല്ല എൻ്റെ മുടി വളരുന്നത്. എനിക്ക് കുഞ്ഞിലേ മുതൽ മുടി പെട്ടെന്ന് വളരുന്നൊരു രീതിയാണ്. കാരണം അച്ഛൻ്റെ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഇത് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് മുടി വളരും. എന്നാലും പൊഴിയുകയും ചെയ്യും. പൊഴിയുന്നതിൻ്റെ കാരണം ഇപ്പം നമുക്ക് ചൂടിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് പൊഴിയുകയൊക്കെ ചെയ്യുവേ. അപ്പം പൊഴിയുന്നതിൻ്റെ കാര്യമൊക്കെ നിൽക്കട്ടെ, ഞാൻ എണ്ണേനെക്കുറിച്ചും എൻ്റെ ടിപ്സും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാവേ. അപ്പം ഈ ഒരു എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് രാവിലേട്ടൻ്റെ അമ്മ കാച്ചുന്ന എണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് എണ്ണ കാച്ചുന്നത്. അതിനകത്ത് മൈലാഞ്ചിയുടെ ഇലയില്ലേ, നമ്മുടെ പച്ച മൈലാഞ്ചി, ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ മൈലാഞ്ചിയുടെ ഇല, പിന്നെ കരിയാപ്പില, പിന്നെ കറ്റാർവാഴ, പിന്നെ ചുമല ചെമ്പരത്തി ഇല്ലേ, ചെമ്പരത്തിയുടെ മൊട്ട്, പൂവാണെങ്കിലും കുഴപ്പമില്ല അത്, പിന്നെ ഉലുവ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഉള്ളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് മുന്നേ വെളിച്ചെണ്ണയൊക്കെ തേച്ചുകൊണ്ടിരുന്ന സമയത്ത് മുടി വളരെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാച്ചി എണ്ണയിലോട്ട് മാറിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയും കൊണ്ട് മാത്രമല്ല, എണ്ണ തേക്കുന്നത് കൊണ്ട് ചെറിയ മാറ്റങ്ങളും ഉണ്ട്. അപ്പം ആ ഒരു എണ്ണയാണ്. അപ്പം മുടി ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു രീതിയിൽ എണ്ണയൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണേ. ആ വീഡിയോ ഞാൻ അടുത്ത ദിവസം അമ്മ എണ്ണ കാച്ചുന്ന സമയത്തിന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ടിപ്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ, മുടി നമ്മൾ സാധാരണ ഞാൻ വെളിയിൽ പോകുമ്പോഴൊക്കെ മുടി അയച്ചിരുന്നാലും വണ്ടിയെ പോകുന്ന സമയത്ത് ചുമ്മാ ഒന്ന് കെട്ടി വെക്കും. അതായത് കാറ്റടിക്കുമ്പോഴത്തേക്കും മുടി പൊട്ടലൊക്കെ വരുവേ. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. എന്നോട് കുറച്ച് എണ്ണയുടെ കാര്യം കുറച്ച് ആൾക്കാർ ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടേ പറയുന്നുള്ളൂ. വലിയ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള സാഹചര്യമല്ല. ഇപ്പോൾ കാശി എപ്പോഴാണ് ബഹളം തുടങ്ങുന്ന നടത്തില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവേ. അപ്പോൾ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ ചീപ്പ് ഉപയോഗിക്കണം. കാരണം നല്ല അകൽച്ചയുള്ള ഇതില്ലേ ആ പല്ലുള്ള, അങ്ങനത്തെ ചീപ്പ് വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ചെറിയ പല്ലകൽച്ചയുള്ള ചീപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുവേ, ചെടയൊക്കെ ഉള്ളപ്പം. നമ്മളിപ്പോൾ 2 ആട്ടം 3 ആട്ടം ഒക്കെ ഇങ്ങനെ മാറ്റി എടുത്തില്ലേ, അതുപോലെ ഇട്ടിട്ട് വേണം മുടി ചീകാനായിട്ട്. അപ്പം ഞാൻ 2 ആയിട്ട് 2 സൈഡിലോട്ടും ഇങ്ങനെ ഇട്ടിട്ട് ചീപ്പ് എടുത്തിട്ട് മുടിയുടെ താഴെവശം ഇല്ലേ, താഴേന്ന് വേണം നമ്മൾ ചീകി മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഫുള്ളായിട്ട് ചീകാനായിട്ട്. ഒത്തിരി ചെട ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ചെടയൊന്ന് കളഞ്ഞിട്ട് വേണം. ഇവിടെ ചെട എന്നാണ് പറയുന്നത്, ഓരോ സ്ഥലത്ത് തന്നെ പറയുന്നത്, എനിക്ക് അതിലെ മുടിയിൽ ഇങ്ങനെ കെട്ടി വീഴത്തില്ല അത്. അപ്പോൾ അത് കൈ വെച്ച് കളഞ്ഞിട്ട് വേണം ചീപ്പും കൊണ്ട് ചീകാനായിട്ട്. അല്ലാതെ ചീപ്പ് ഫസ്റ്റ് ഒരുപാട് ചെടയുള്ളപ്പം ചീപ്പ് എടുത്ത് ചീകുമ്പോൾ അത്രയും മുടി അങ്ങ് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത്. താഴേന്ന് ചെട കളഞ്ഞതിന് ശേഷം താഴേന്ന് ചീകി മുകളിൽ ഫുള്ളായിട്ട് ചീവണം. അപ്പോൾ അങ്ങനെ ഒന്ന് ചീകി നോക്കണേ. എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന ടിപ്സുകളാണ് കേട്ടോ പറയുന്നത്. പിന്നെ വൈകിട്ട് കിടക്കാൻ നേരത്തെ മുടി ഇതുപോലെ പിന്നി കെട്ടിയിട്ട്, പകലും ഞാനിങ്ങനെ തന്നെ കെട്ടും. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ അഴിച്ചിടുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ആവിയുള്ള ആളാണ്. അപ്പം മുടി ഇങ്ങനെ പിന്നി കെട്ടി മടക്കി കെട്ടി വെക്കും, അല്ലാതെ വേറെ രീതിയിലൊന്നും അങ്ങനെ കെട്ടത്തില്ലേ. പിന്നെ എല്ലാവരും പറയും തല നനച്ചാൽ മുടി പൊഴിഞ്ഞു പോകുമെന്ന്. പക്ഷേ എനിക്ക് അതിനോട് ഞാൻ യോജിക്കുന്നേ ഇല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ തല നനയ്ക്കാത്ത ദിവസങ്ങൾ 1 or 2 ഉള്ളൂ. അതല്ലാതെ പനിയാണെങ്കിൽ പോലും തല നനയ്ക്കാതെ ഞാൻ കുളിക്കുന്ന ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ദിവസവും തല കഴുകിയാണ് കുളിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ മുടി പൊഴിയുന്നതായിട്ട്, മുടി പൊഴിയും. ഇപ്പം ഈ കാശിക്കൂട്ടനാണെങ്കിലും ഉണ്ടായി, കിച്ചിക്കൂട്ടനാണെങ്കിലും ഉണ്ടായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മുടി വളരുകയും ചെയ്തു. അതിനിടയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമുക്ക് വരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നന്നായിട്ട് മുടി പൊഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഈ എണ്ണയും ഒക്കെ തേച്ച് പിന്നെ അങ്ങനെ കുറച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ അത് ശരിയായി വരും. ഇപ്പം എനിക്ക് നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. നേരത്തെ മുടി ഇപ്പം അത്ര വലുതായിട്ടില്ല, നന്നായിട്ട് പൊഴിയുന്നൊരു സമയമാണ്. ഈ ചൂട് സമയമാകുമ്പോൾ നമുക്ക് നന്നായിട്ട് മുടി പൊഴിയും. എനിക്ക് അങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നോട് ഒരു ചേച്ചി, ശ്രീകുട്ടി ചേച്ചി എന്നോട് ജോലി ചെയ്തതാണ്. ചേച്ചി ഇതുപോലെ ചോദിച്ചായിരുന്നു, പ്രസവം കഴിഞ്ഞിട്ട് എനിക്ക് മുടി പൊഴിയുന്നില്ലേ, ചേച്ചിയുടെ ഒത്തിരി പൊഴിഞ്ഞായിരുന്നു പറഞ്ഞേ.
അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. കിച്ചിക്കൂട്ടൻ ഉണ്ടായിക്കഴിഞ്ഞും കാച്ചിക്കൂട്ടൻ ഉണ്ടായിക്കഴിഞ്ഞും മുടി കണ്ടമാനം ഇങ്ങനെ ചിലർക്ക് നല്ല മുട്ട പോലെയൊക്കെ ആയി പോകത്തില്ല. എൻ്റെ മൂത്ത ചേച്ചികൾ നന്നായിട്ട് മുടിയൊക്കെ പൊഴിഞ്ഞായിരുന്നു പിള്ളേരുണ്ടായ സമയത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ ഈ എണ്ണ തേക്കുന്നത് എനിക്ക് നല്ല പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒത്തിരി പൊഴിയാൻ. പിന്നെ കാൽസ്യം ഗുളിക കഴിക്കുന്നത് നമ്മുടെ പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിൽ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ എന്നോട് ചോദിച്ച ചേച്ചിയും കാൽസ്യം ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് പാല് കുടിക്കുന്ന എത്ര വയസ്സ് വരെയാണോ അതുവരെ കാൽസ്യം ഗുളിക നിർത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാൽസ്യം ഗുളിക നിർത്താത്തതിന് കാരണം എനിക്ക് ദേഹത്ത് വേദന അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കാൽസ്യം ഗുളികയുടെ കാര്യവും പ്രസവം കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം വീഡിയോ ചെയ്യാം. അപ്പം അത് പറയുന്നില്ല. പക്ഷേ കാൽസ്യം ഗുളിക ഇതിനൊരു ഭാഗമായതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ കാൽസ്യം ഗുളിക പ്രസവം കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ നന്നായിട്ട് ദിവസവും കഴിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ മുടി നന്നായിട്ട് പൊഴിയും. പിന്നെ നമ്മുടെ ദേഹത്ത് വേദനയ്ക്കും എല്ലാം കാൽസ്യം ഗുളിക വേണം. അപ്പോൾ എനിക്കിപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് കാൽസ്യം ഗുളിക ഒന്ന് നിർത്തിയപ്പോൾ നല്ലതായിട്ട് ദേഹത്ത് വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു ദിവസം ചെയ്യാവേ. അപ്പം മുടിയുടെ ചീപ്പ് ഇതുകൊണ്ട് ചെയ്യണം. പിന്നെ വൈകിട്ട് മുടി പിന്നി കെട്ടി വെക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ തല നനച്ച് കുളിക്കുന്നത് കൊണ്ട് എനിക്കിതുവരെ മുടി പൊഴിച്ചിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കുമല്ലോ. എനിക്കിപ്പം കുഞ്ഞിലെ മുതൽ മുടി പെട്ടെന്ന് വളരുന്ന ഒരു രീതി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ മുടി ഒത്തിരി പൊഴിയുമൊക്കെ ചെയ്യാത്തത്. പിന്നെ ഈ എണ്ണ തേക്കുന്നതും ഒരു പ്രയോജനം തന്നെയാണ്. പിന്നെ തലയിൽ നമ്മളിങ്ങനെ ഒത്തിരി ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കത്തില്ലേ, അതും അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ ഷാമ്പൂ എന്ന് പറയുന്നത് സാധനമേ ഉപയോഗിക്കത്തില്ല. പിന്നെ ഇടയ്ക്കെങ്ങാനും ഒന്ന് ഇടുവാണെങ്കിൽ തന്നെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ ഇല്ലേ, അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ താരൻ്റെ ഒരു സിട്രലാക്ക് എന്ന് പറഞ്ഞ ഒരു ഷാമ്പൂ ഉണ്ട്, അതും ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതിപ്പം കുറേ നാളായിട്ട് നിർത്തി വെച്ചിട്ട് ഈ ഇടയ്ക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. താരനിപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റിയൊരു പായ്ക്കെന്ന് പറയുന്നത് നമ്മുടെ ഉലുവയില്ലേ, ഉലുവ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം അത് കുതിർന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിന് അരച്ചിട്ട് അതിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്തിട്ട് തല തേക്കുന്നത് നല്ലതാണ്. ഞാൻ കല്യാണത്തിന് മുന്നേ ആഴ്ച ഒരു ദിവസം മസ്റ്റായിട്ടും അത് തേക്കുമായിരുന്നു. അന്നേരമൊക്കെ നല്ലതായിട്ട് മുടി ഒന്നും പൊഴിയത്തും ഇല്ലായിരുന്നു, നന്നായിട്ട് വളരുകയും ചെയ്യുന്നു കല്യാണത്തിന് മുന്നേ. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ തേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കിച്ചിക്കൂട്ടൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ ഞാൻ ഉലുവ എൻ്റെ തല അരച്ച് തേച്ചിട്ടേ ഇല്ല കേട്ടോ. അതിനൊന്നും സമയം കിട്ടത്തില്ല. എൻ്റെ പണ്ടൊക്കെ ഞാൻ എൻ്റെ ബ്യൂട്ടി അതായത് മുഖത്തൊക്കെ ആണെങ്കിലും ഞാൻ വേറൊന്നും ഉപയോഗിക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കപ്പളങ്ങ, തൈര് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ഇനി ഇവന്മാർ കുറച്ചൊന്നായി കഴിഞ്ഞിട്ട് വേണം എൻ്റെ മുടിയും എൻ്റെ മുഖവും എല്ലാം എനിക്കൊന്ന് ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ അടുത്ത ദിവസം മുഖത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാവേ. അപ്പം മുടിയുടെ കാര്യം എനിക്ക് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ പല്ല അകൽച്ചയുള്ള ചീപ്പും കൊണ്ട് മുടി ചെയ്യുക. പിന്നെ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം, അമ്മ എണ്ണ കാച്ചുന്ന സമയത്ത്. പിന്നെ മുടി വൈകിട്ട് കിടക്കുമ്പോഴത്തേക്കും കെട്ടി വെക്കുക, പിന്നെ കെട്ടി വെക്കുക. എനിക്ക് ചെയ്തിട്ട് എനിക്ക് പ്രയോജനം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാനായിട്ട് ഞാൻ വലിയ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം എൻ്റെ രീതികൾ, ഞാൻ ചെയ്യുന്ന രീതികൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. ഒരു കുഞ്ഞു വീഡിയോയാണ്. ഇതിൽ ഞാൻ എന്തെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഞാനൊരു വീഡിയോ ചെയ്യാവേ. അപ്പം അന്ന് ഞാൻ ആ എണ്ണ തേക്കുന്ന ഇത് വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് കുറച്ച് ആൾക്കാർ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ എണ്ണ ഏതാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ഓർത്തു ആ എണ്ണയുടെ കാര്യം പറയുന്ന കൂടെ കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞു തരാമല്ലോ എന്ന് ഓർത്ത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു പായ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വാങ്ങിക്കാൻ കിട്ടില്ല ഒരു ഹെന്നയുടെ മിക്സ് ഇല്ലേ, അതും ഞാൻ നേരത്തെ തേക്കുമായിരുന്നു. ഇപ്പം ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ലേ. ആ ഒരു മിക്സ് നല്ലതാണ് കേട്ടോ. ഹെന്നയുടെ മൈലാഞ്ചിയും നെല്ലിക്കയും അതൊക്കെ ചേർന്ന് മാത്രമുള്ളൊരു സൈസ് ഉണ്ടല്ലോ. കളറും ചെറുതായിട്ട് കിട്ടും, പക്ഷേ അത് തലയ്ക്ക് നല്ല തണുപ്പാണ് അത് തേക്കുമ്പോഴത്തേക്കും. അതൊക്കെ ഞാൻ ഇനി തേക്കുന്ന സമയത്ത് എപ്പോഴേലും തേക്കാൻ പറ്റുവാണെങ്കിൽ ആ സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാവേ. ഇപ്പം എനിക്ക് പറയാനുള്ളത് ഈ മുടിക്ക് ആവശ്യമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഞാനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 ലിറ്റർ അല്ല അതിൽ കൂടുതൽ വെള്ളം, ഒരു വലിയ കുപ്പി ഉണ്ട്, അതിനകത്ത് നിറച്ചും വെള്ളം എടുത്ത് വെച്ച് ഏത് നേരം എനിക്ക് വെള്ളം കുടിയാണ്. കഴിച്ചില്ലെങ്കിൽ എനിക്ക് വെള്ളം മസ്റ്റാണ്. വെള്ളം കുടിക്കാതെ ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം മുടി വളരണമെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് ശരീരത്തിൽ വെള്ളമയം വേണം, വെള്ളം നന്നായിട്ട് കുടിക്കണം. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് മറക്കാതെ ചോദിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാനൊക്കെ ശ്രമിക്കണം. നമ്മുടെ ചാനലിലെ വീഡിയോസ് കുക്കിംഗ് ആയിട്ടും എല്ലാ തരത്തിലുള്ള വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.
അന്ന് ഞാൻ ഇട്ട വീഡിയോ ഇതാണ് കേട്ടോ. ഇത് കണ്ടിട്ടാണ് എല്ലാവരും എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മുടി. ഇത് എണ്ണ തേക്കുന്ന ഭാഗമാണ്. ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഇതിപ്പം നിങ്ങളെന്താ കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ രീതികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഓക്കെ, താങ്ക് യു ഗായ്സ്.